നമസ്കാരം. കേരളം എല്ലാ കാലം ഉദ്യോഗത്തോടുകൂടി ജാഗ്രതയോടുകൂടി നോക്കിക്കണ്ടിരുന്ന ഒരു കേസായിരുന്നു മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കും CMRL എന്ന കരിമണൽ ഖനന കമ്പനിയുമായി നടത്തിയ ചില സാമ്പത്തിക ഇടപാടുകൾ. ആദായനികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിലാണ് വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക് എന്ന കമ്പനിക്ക് 2,78,00,000 രൂപ CMRL നിന്നും കൊടുത്തിരുന്നു എന്നുള്ള ഒരു കണക്ക് കാണുന്നത്. ഇതേ തുടർന്ന് വീണ വിജയൻ ഇതിന് GST അടച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞത്. വെറുതെ വീട്ടിലിരിക്കുന്ന ആളുകളെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് വലിച്ചിടിക്കരുത്, സഭയിലേക്ക് എൻ്റെ കൈകൾ ശുദ്ധമാണ്, അതുകൊണ്ട് എൻ്റെ മടിയിൽ കനമില്ല, എനിക്ക് വഴിയിൽ ഭയമില്ല എന്നൊക്കെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് സഭയിൽ പറഞ്ഞിരുന്നത്. എന്നാൽ ഇന്നിപ്പോൾ കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു. കേരളത്തിൽ ഭരണം മാറിയിരിക്കുന്നു. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായിരിക്കുന്നു. പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ ഇപ്പോൾ മുഖ്യമന്ത്രിയായിരിക്കുന്നു. ഇതിനിടയിൽ പലപ്പോഴും CMRL എക്സാലോജിക് കേസുമായി ബന്ധപ്പെട്ട് പല വിഷയങ്ങളിലും പുരോഗമനപരമായ പല മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നു. സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിച്ച് ഈ കേസിൽ ED കൂടി കക്ഷി ചേർന്ന് അന്വേഷിക്കുമ്പോൾ 2 തവണയാണ് വീണ വിജയനെ പോലീസ് ED റെയ്ഡ് ചെയ്യുന്നത്. അതായത് പിണറായി വിജയൻ താമസിച്ചിരുന്ന തിരുവനന്തപുരം ബേക്കറി മുക്കിലുള്ള വീട്ടിലാണ് ആദ്യം മെയ് 27-ാം തീയതി പോലീസ് ED റെയ്ഡ് നടത്തുന്നത്, പോലീസിന്റെ കാവലോടുകൂടി. അന്ന് ഏതാണ്ട് 10 മണിക്കൂർ നേരമാണ് ED റെയ്ഡ് നടത്തുകയും വീണ വിജയന്റെ പാസ്ബുക്കും അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടുകൾ അടക്കമുള്ള നിരവധി രേഖകൾ കടത്തിക്കൊണ്ടു പോകുന്നതും അവരുടെ ഏതാണ്ട് 19 കോടി രൂപയോളമുള്ള ബാങ്കിലെ ബാലൻസ്, അതായത് ബാങ്ക് ഉണ്ടായിരുന്ന തുക അവർ ഫ്രീസ് ചെയ്യുന്നതും. പിന്നീടും വീണയുടെ വീട്ടിൽ ED റെയ്ഡിനെത്തിയിട്ടുണ്ടായിരുന്നു. വീണയുടെ HDFC ബാങ്കിലെ ലോക്കർ തുറന്ന് പരിശോധിക്കുകയുണ്ടായിരുന്നു. കൊച്ചിയിലെ EDയുടെ ആസ്ഥാനത്ത് വീണയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യൽ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതിൽ നിന്നെല്ലാം വളരെ നിർണായകമായ വിവരങ്ങൾ EDക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു വിവരമാകട്ടെ, CMRL എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട കേസിൽ ഏതാണ്ട് 130 കോടി രൂപയുടെ ചിലവുകൾ എഴുതി തള്ളിയിട്ട് ഉള്ളതായി കാണുന്നുണ്ട്. അതിൽ 2,78,00,000 രൂപയാണ് വീണ വിജയന്റെ അക്കൗണ്ടിലേക്ക് കൊടുത്തിരിക്കുന്നത്, എക്സാലോജിക്കിന്റെ അക്കൗണ്ടിലേക്ക് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഏതാണ്ട് 127 കോടി രൂപ എവിടെ പോയി, എങ്ങനെ ചിലവഴിച്ചു എന്നുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. അത് വീണയുമായി ബന്ധപ്പെട്ട് വീണയുടെ ബന്ധുക്കൾ, അതായത് വീണയുടെ സഹോദരനോ വീണയുടെ ഭർത്താവോ വീണയുടെ അച്ഛനായ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനോ കൈപ്പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് തന്നെയാണ് ED അന്വേഷിക്കുന്നത്. വിദേശത്തേക്ക് ഒരു ബാങ്കിലേക്ക് ഈ പണ ഇടപാട് നടന്നിട്ടുണ്ട്. അതായത് CMRL എന്ന കമ്പനിയിൽ നിന്ന് കിട്ടിയ പണം വിദേശ ബാങ്കിലേക്ക് കൈമാറ്റം ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ രേഖകൾ കൂടി EDക്ക് കണ്ടെത്താൻ സാധിച്ചു എന്ന് പറയുമ്പോൾ ED രണ്ടാമതൊരിക്കൽ കൂടി പിണറായി വിജയന്റെ പിണറായിലുള്ള വീട്ടിലേക്ക് റെയ്ഡിനെത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ED പിണറായിയിലുള്ള വീട്ടിലും അതുപോലെ തന്നെ പാതിരിയാട് എന്ന സ്ഥലത്തുമെല്ലാം നടത്തിയ അന്വേഷണത്തിൽ ഈ പിണറായിയിലെ വീടിനോട് ചേർന്ന് ഏതാണ്ട് വീണ വിജയൻ 80 സെന്റ് സ്ഥലം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ പാതിരിയോട് എന്ന് പറയുന്ന സ്ഥലത്തും വീണ വിജയൻ സ്ഥലം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇതെല്ലാം നടക്കുന്നത് 2019 ബന്ധപ്പെട്ട കേസിലാണ് ഈ 130 കോടി രൂപ ചെലവെഴുതിയിരിക്കുന്നത് അല്ലെങ്കിൽ ചിലവ് കാണിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ കിട്ടിയ പണമാണോ വീണ വിജയൻ ഇങ്ങനെ 80 സെന്റ് സ്ഥലം പിണറായിയിലെ വീടിനോട് ചേർന്ന് വാങ്ങിച്ചത്, പാതിരിയോടുള്ള സ്ഥലം വാങ്ങിയത് എന്നുള്ള അന്വേഷണം കൃത്യമായി നടക്കുന്നു. ഇതിനിടയിൽ EDയുടെ ദക്ഷിണ മേഖല കമാൻഡറായ പ്രശാന്ത് കുമാർ കൃത്യമായി EDക്ക് ചില നിർദ്ദേശങ്ങൾ നൽകുന്നു. അങ്ങനെ ബഹ്റൈനിലേക്ക് മാറ്റിയ പണത്തെക്കുറിച്ചുള്ള ഇടപാടുകൾ നടക്കുന്നു. അവിടെ ഒരു ബാങ്ക് കേന്ദ്രീകരിച്ച് ഈ വീണ വിജയന്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന പണത്തിൻ്റെ ഡീറ്റെയിൽ അന്വേഷിക്കുന്നു. അപ്പോഴാണ് നടക്കുന്ന മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കുന്നത്. കോടിക്കണക്കിന് രൂപ അവിടെ വീണ വിജയന്റെ പേരിൽ നിക്ഷേപമുണ്ടായിരുന്നെങ്കിലും ആ ബാങ്കിന്റെ ഡാറ്റയിൽ നിന്നും വീണ വിജയന്റെ പേരും ബാക്കിയുള്ള വിവരങ്ങളെല്ലാം അപ്രത്യക്ഷമായിരിക്കുന്നു. വീണയുടെ അക്കൗണ്ടിനെ കുറിച്ചോ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന തുകയെക്കുറിച്ചോ അത് എവിടേക്ക് ട്രാൻസാക്ഷൻ നടത്തി എന്നുള്ള, എന്ന് വിഡ്രോ ചെയ്തു എന്നുള്ള യാതൊരു ഡീറ്റെയിൽസും ഇപ്പോൾ ലഭിക്കുന്നില്ല. ബാങ്കിന്റെ ഡാറ്റയിൽ നിന്ന് തന്നെ അത് നീക്കം ചെയ്തിരിക്കുന്നു, ഡിലീറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. വീണ്ടും ED വീണയെ ചോദ്യം ചെയ്യാൻ വേണ്ടി നോട്ടീസ് അയച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത പുറത്തു വരുമ്പോൾ തീർച്ചയായും ഇനിയും വീണ വിജയനെ ED ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചു വരുമ്പോൾ അത് അറസ്റ്റിലേക്ക് നീങ്ങും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല വീണ വിജയന്റെ സ്വത്ത് കണ്ടുകെട്ടുന്നതിനുള്ള തീരുമാനത്തിലേക്ക് ED നീങ്ങുന്നു. അങ്ങനെയെങ്കിൽ CMRL
കമ്പനിയുടെ ഡയറക്ടേഴ്സിൻ്റെയും സ്വത്ത് കണ്ടെത്താനുള്ള തീരുമാനത്തിലേക്ക് നീക്കങ്ങളുമായി ഇ.ഡി. മുന്നേറുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വീണ വിജയൻ CMRL യാതൊരു തരത്തിലും സേവനം നൽകിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. IT സേവനങ്ങളാണ് അവർ നൽകിയത് എന്ന് പറയുമ്പോൾ എന്ത് തരത്തിലുള്ള സേവനങ്ങളാണ് നൽകിയത്, ഏത് തരത്തിലുള്ള സോഫ്റ്റ്വെയർ ആണ് അതിനുപയോഗിച്ചത് എന്നുള്ള ചോദ്യങ്ങൾക്കെല്ലാം വീണ വിജയന് യാതൊരു തരത്തിലും മറുപടി ഉണ്ടായിരുന്നില്ല. ഇത് തന്നെയാണ് SFIOയും വീണ വിജയനെ ചോദ്യം ചെയ്തതിൽ നിന്നും കിട്ടിയ വിവരങ്ങൾ. അതായത് യാതൊരു തരത്തിൽ സേവനം നൽകാതെ പിന്നെ CMRL എന്തിനാണ് വീണ വിജയന് ഇത്രയും പണം നൽകുന്നത് എന്നുള്ളൊരു ചോദ്യം വരുമ്പോൾ തീർച്ചയായും അത്തരം അന്വേഷണം ചെന്നെത്തി നിൽക്കുന്നത് പിണറായി വിജയൻ എന്ന മുൻ മുഖ്യമന്ത്രിയായ വീണ വിജയന്റെ അച്ഛനിലേക്കാണ്. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ കീഴിലായിരുന്നു പരിസ്ഥിതി വകുപ്പും അതുപോലെ തന്നെ പൊല്യൂഷൻ കൺട്രോൾ വകുപ്പുമെല്ലാം പിണറായി വിജയന്റെ കീഴിലായിരുന്നു. ഈ പരിസ്ഥിതി വകുപ്പ് കീഴിൽ അല്ലെങ്കിൽ ഖനന വകുപ്പിന്റെ കീഴിൽ തീർച്ചയായും CMRL ആവശ്യമായ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് അവർക്ക് കരിമണൽ ലഭ്യമാക്കുന്നതിന് വേണ്ടി പിണറായി വിജയൻ വഴിവിട്ട് സഹായിച്ചിട്ടുണ്ട്. CMRL എന്ന കമ്പനി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പൊല്യൂഷൻ കൺട്രോളുമായി ബന്ധപ്പെട്ട ചില വഴിവിട്ട സഹായങ്ങളും പിണറായി വിജയന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് മകൾ വീണയ്ക്ക് CMRL നിന്ന് പണം കിട്ടിയിരിക്കുന്നത്. കൂടാതെ ഈ 130 കോടി രൂപയും ഇങ്ങനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ള നിഗമനത്തിൽ ED എത്തുമ്പോൾ ആ പണം എങ്ങോട്ടേക്ക് മാറ്റി എന്തിനു വേണ്ടി ചിലവഴിച്ചു എന്നുള്ള രീതിയിലുള്ള അന്വേഷണങ്ങൾ നടക്കുന്നു. ഈ കൂട്ടത്തിൽ വീണ വിജയന്റെ സ്വത്ത് കണ്ടുകെട്ടാനുള്ള നടപടിക്രമങ്ങളുമായി ED മുന്നോട്ട് പോകുമ്പോൾ CMRLന്റെ ഡയറക്ടേഴ്സായ ശരൺ എസ് കർത്തയുടെയും ഷിബി എസ് കർത്തയുടെയും, അതായത് CMRL ഓണറായ CMD ആയ ശശിധരൻ കർത്തയുടെ മക്കളാണ് ഇവർ. വീണ വിജയൻ നൽകിയ മൊഴിയുമായി EDക്ക് മുന്നിൽ മൊഴി നൽകിയത് ഷിബി കർത്ത തന്നെയാണ്. അവർ തമ്മിൽ സുഹൃത്തുക്കളാണ് എന്നുള്ളതാണ് ഈ മൊഴികൾക്ക് സമാനത ഉണ്ടാവാൻ കാരണം എന്നുകൂടി ED പറയുന്നു. എന്നാൽ ശരൺ കർത്ത നൽകിയിരിക്കുന്ന മൊഴിയിൽ വീണ സീരിയസ് ഫോൺ ഇൻവെസ്റ്റിഗേഷനോ EDക്കോ നൽകിയ മൊഴിയുമായി യാതൊരു ബന്ധമില്ല. വീണ വിജയൻ EDയുടെ മുന്നിൽ നൽകിയ മൊഴിയിൽ പറയുന്നത് അവർ യാതൊരു തരത്തിലുള്ള സേവനങ്ങളിൽ ലഭ്യമാക്കിയിട്ടില്ല. എന്ത് സേവനമാണ് ലഭ്യമാക്കിയത് എന്ന് ചോദിക്കുമ്പോൾ IT സേവനമാണ്. അത് ഏത് തരത്തിലുള്ള സേവനമാണെന്നുള്ളതിന് അവർക്ക് മറുപടിയില്ല, ഓർമ്മയില്ല, അത് ഞാൻ മറന്നുപോയി, പഴയ കമ്പ്യൂട്ടറിലായിരുന്നു, കമ്പ്യൂട്ടർ ഇപ്പോൾ നിലവിലില്ല, പഴയ ജോലിക്കാർ കൂടെയില്ല എന്നൊക്കെ തരത്തിലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ വഴിതെറ്റിക്കുന്നുള്ള മറുപടികളാണ് അവർ നൽകിയിരുന്നത്. എന്തായാലും ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ഇനി ED വീണയെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തും. വീണയെ ചോദ്യം ചെയ്ത് വീണ വിജയൻ അറസ്റ്റിലാവുകയാണെങ്കിൽ തീർച്ചയായും പിണറായി വിജയനിലേക്കും ചോദ്യം ചെയ്യലെത്തും. പിണറായിയുടെയും അല്ലെങ്കിൽ മുഹമ്മദ് റിയാസിൻ്റെയും എല്ലാം സ്വത്തുക്കൾ വരെ കണ്ടെത്തുന്നതിന് EDക്ക് കണ്ടുകെട്ടുന്നതിന് അധികാരമുണ്ടായിരിക്കും. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അത് കേരളത്തിൽ സ്ഫോടനാത്മകമായ വലിയ ഒരു വിഷയത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കും. എന്തായാലും CMRL ഡയറക്ടേഴ്സിൻ്റെ കൂടി സ്വത്ത് കണ്ടുകെട്ടുന്നതോടുകൂടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് EDയുടെ കേസിൽ പുതിയൊരു വഴിത്തിരിവുണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ വീണ വിജയൻ ഈ കേസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ അറസ്റ്റിലാവുകയാണെങ്കിൽ ED പിണറായി വിജയനിലേക്ക് എത്തും. പിണറായി വിജയനിലേക്ക് എത്തിക്കഴിയുകയാണെങ്കിൽ തീർച്ചയായും പിണറായി വിജയൻ ഇപ്പോൾ വഹിക്കുന്ന പ്രതിപക്ഷ നേതൃസ്ഥാനം പാർട്ടി ചോദിച്ചു വാങ്ങിക്കും. അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്നും പിണറായി വിജയനെ മാറ്റി നിർത്തപ്പെടും, പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തപ്പെടും. അപ്പോൾ പിണറായി വിജയൻ അക്ഷരാർത്ഥത്തിൽ എല്ലാ വിധത്തിലും വലിയ കുരുക്കുമുറുകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വീണ വിജയൻ്റെ സ്വത്ത് കണ്ടുകെട്ടൽ നടപടിയുമായി മുന്നോട്ട് പോകുന്നു. 130 കോടി രൂപയുടെ ഈ വിനിമയവുമായി ബന്ധപ്പെട്ട് ബഹ്റൈനിലെ ബാങ്കിൽ നിന്ന് വീണ വിജയൻ്റെ ഡീറ്റെയിൽസ് ഡിലീറ്റ് ആയതിനുമെല്ലാം കൃത്യമായ അന്വേഷണം മുന്നോട്ട് പോകും. വീണ വിജയനും പിണറായി വിജയനും നിയമത്തിൻ്റെ അല്ലെങ്കിൽ EDയുടെ കുരുക്കിൽ തന്നെയാണ് എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വിഷയത്തിൽ എന്ത് തരത്തിലുള്ള നിയമ നടപടികളാണ് ഇനി ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാൻ കാത്തിരിക്കാം.